ഗോൾഡ് ഫെയിൽ ചെയ്ത കുറച്ച് റീസൺസ് ഉണ്ടല്ലോ. അതൊന്നും അത് ഗ്ലോബൽ ട്രേഡിന് പറ്റിയതായിരുന്നില്ല. രണ്ട് ഈ ഡിവിസിബിലിറ്റി പ്രശ്നം ഉണ്ടായിരുന്നു. വേറൊരു മെയിൻ പ്രശ്നം ഗോൾഡിന്റെ വെരിഫയബിലിറ്റിയാണ്. ഒരാൾക്ക് തന്നു കഴിഞ്ഞാൽ ഇമ്മീഡിയറ്റ്ലി അത് റിയൽ ആണോ എന്താണോ. ഇപ്പൊ തന്നെ ഗോൾഡിന് പല ലെവൽ ഓഫ് പ്യൂരിറ്റി കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ. അപ്പോൾ അതിനെ നമ്മൾക്ക് എങ്ങനെ സോൾവ് ചെയ്യാം എന്നുള്ളതായിരുന്നു ബിറ്റ്കോയിൻ ആ ഒരു റിസർച്ചിലും കാര്യങ്ങളിലൊക്കെ ട്രൈ ചെയ്തിരുന്നത്. ഇതിലേറ്റവും വലിയൊരു പ്രശ്നം എന്തായിരുന്നു വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഫിസിക്കൽ സ്കെയർസിറ്റി, അതായത് ഗോൾഡ് ഫിസിക്കലി സ്കേഴ്സ് ആയിട്ടുള്ളൊരു അസറ്റാണ്. അത് മൈൻ ചെയ്തെടുക്കാൻ വളരെ ബുദ്ധിമുട്ടുള്ളത് കൊണ്ടാണ് ഗോൾഡിന് വാല്യൂ ഉള്ളത്. അത് കുറേ ആൾക്കാർ വിചാരിക്കുന്നത് ഗോൾഡ് ടച്ച് ചെയ്യാൻ പറ്റുന്നതും കാണാൻ പറ്റുന്നതും കൊണ്ടാണ് വാല്യൂ ഉള്ളത്. അതുകൊണ്ടല്ല. ഗോൾഡ് നമ്മൾക്ക് ഇത് മൈൻ ചെയ്തെടുക്കാൻ അല്ലെങ്കിൽ എർത്തിൻ്റെ സർഫസിൽ അതിൻ്റെ സപ്ലൈ ലിമിറ്റഡ് ആയതുകൊണ്ടാണ് അതിന് വാല്യൂ ഉള്ളത്. മറ്റേ ലോജിക്ക് നോക്കിക്കഴിഞ്ഞാൽ എന്തെടുത്താലും നമുക്ക് ആ വാല്യൂ വേണമല്ലോ. അപ്പോൾ ഈ സ്വർണം ആഭരണങ്ങൾ ഇടുന്നത് കൊണ്ടല്ല ഗോൾഡിന് വാല്യൂ ഉള്ളത് കൊണ്ടാണ് നമ്മൾ സ്വർണ്ണാഭരണങ്ങൾക്ക് ആ ഒരു വാല്യൂ ഉള്ളത്.